ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രിപ്റ്റോ ഫിൻ ലാബ്. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വസീറക്സ് ആപ്പ് യൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യണം. അപ്പോൾ ഇതുവരെ വസീറക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്യാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വെച്ചിട്ട് വസീറക്സിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ നേരെ ബ്രൗസറിലേക്ക് ആയിരിക്കും പോവുക. അപ്പോൾ ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് KYC കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ബ്രൗസറിൽ കൊടുത്തിരുന്ന മെയിൽ ID അതേ പാസ്വേഡും യൂസ് ചെയ്തിട്ട് ആപ്പിൽ ലോഗിൻ ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൂടെ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനവർക്കായിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ റെഫറൽ കോഡ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ റെഫറൽ കോഡ് അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ട്രേഡ് ഫീ, നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് എടുക്കാൻ അതിന് ചെറിയൊരു ഫീ ഉണ്ടാവും. അപ്പോൾ ആ ഫീൻ്റെ 50% എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് എനിക്കൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ വസീറക്സ് ആപ്പിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വസീറക്സ് ആപ്പ് ഫസ്റ്റ് നമ്മൾ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ക്വിക്ക് ബൈ എന്നുള്ള ഒരു ഓപ്ഷനിലായിരിക്കും ഫസ്റ്റത്തെ ഇൻ്റർഫേസ്. അപ്പോൾ ഈ ക്വിക്ക് ബൈയിൽ നമുക്ക് ക്വിക്കായിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോയിൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിൾ മെത്തേഡ്സിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷിബ് കോയിൻ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഷിബ് ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരിക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഷിബ് ഇപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 1000 രൂപയുണ്ടെന്ന് വിചാരിക്കുമോ. എൻ്റെ ഫണ്ട്സിൽ ഒരു 1000 രൂപയുണ്ട്. ഇപ്പോൾ എൻ്റെ കറണ്ട് ബാലൻസ് 0 ആണ്, കാരണം എൻ്റെ ബാലൻസ് എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1000 രൂപയുണ്ടെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് ഇവിടെ 1000 രൂപയ്ക്ക് മേടിക്കണമെങ്കിൽ ഇവിടെ 100% അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ 1000 അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷേ ഇപ്പം എൻ്റെ ഫണ്ട് ഇല്ലാത്ത കാരണമാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അല്ല, എനിക്ക് വേണ്ട 1000 രൂപയ്ക്ക് വേണ്ട, ഒരു 500 രൂപയ്ക്ക് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 50% അടിച്ചാൽ 500 രൂപയോ അങ്ങനെ നമുക്ക് അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്കൊരു എൻ്റെ 1000 രൂപയുണ്ട്. അപ്പോൾ എനിക്കൊരു 200 ഉണ്ട്, ഒരു 300 രൂപയ്ക്ക്. അപ്പോൾ എനിക്ക് 300 രൂപയ്ക്ക് ബൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ 300 രൂപയ്ക്ക് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രിവ്യൂ ഷിബ് ബൈ എന്ന് ആ ഒരു ബട്ടൺ, ഗ്രീൻ കളറുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ. ഇപ്പോൾ എൻ്റെ ഇവിടെ ഫണ്ട്സ് ഇല്ല, എൻ്റെ ഇൻഎഫിഷ്യൻറ്റ് ഫണ്ടാണ്. കാരണം എൻ്റെ ബാലൻസിൽ ഒറ്റ ക്യാഷും ഇല്ല. അപ്പോൾ അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഇതിലേക്കായിരിക്കും വരിക. അപ്പോൾ ആ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് അത് ആ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. പിന്നെയുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് പ്രകാരം നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസിൽ കാണുന്ന ക്വിക്ക് ബൈ ഇൻ്റർഫേസിൽ കാണുന്ന എല്ലാ കോയിൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്വിക്ക് ബൈ ഇൻ്റർഫേസിൽ ഒരുപാട് കോയിൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നൊരു ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്ചേഞ്ചിലാണ് എല്ലാ കോയിൻസും കിട്ടുക. അപ്പം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് മാറ്റിക്ക് നോക്കാം. അപ്പോൾ മാറ്റിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ മാറ്റിക്കിൽ നമുക്ക് വേണമെങ്കിൽ ബൈന്ന് അമർത്തി കഴിഞ്ഞാൽ മാറ്റിക്ക് ഇപ്പോൾ കൊണ്ടുപോകും. മാറ്റിക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 150.1 ഇപ്പോഴത്തെ പ്രൈസ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 100% അടിച്ചപ്പോൾ എൻ്റെ 0 ആണ്, കാരണം എൻ്റെ ഫണ്ട്സ് 0 ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ 100% അടിച്ചപ്പോൾ 1000 ആയിട്ട് മാറും. അല്ലെങ്കിൽ എനിക്ക് മറ്റേതിൽ കണ്ട പോലെ തന്നെ ഇവിടേക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത്ര രൂപയ്ക്ക് വേണം, ഇപ്പോൾ 600 രൂപയ്ക്ക് വേണമെങ്കിൽ 600 രൂപയ്ക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും എത്ര മാറ്റിക്കാണ് എനിക്ക് കിട്ടുക എന്ന്. എനിക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. 3.9 മാറ്റിക്കാണ് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അതേ രീതിയിൽ തന്നെയാണ് ഇതിന് ശേഷം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ബൈന്ന് അമർത്തണം. ബൈന്ന് അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ സ്ലൈഡ് ടു കൺഫേം ഉണ്ട്. ഈ സ്ലൈഡ് ടു ഇതിങ്ങനെ സ്ലൈഡ് ചെയ്തതിന് ശേഷം സ്വാപ്പ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുക, ഓർഡർ സക്സസ്ഫുൾ ആവുള്ളൂ. പിന്നെ ഉള്ളത് സെൽ സെക്ഷനാണ്. സെല്ലിലും ഇതേ സെയിം മെത്തേഡ് തന്നെ നമുക്ക് 100% അടിച്ചപ്പോൾ നമ്മുടെ 3.9 മാറ്റിക്ക് ഉണ്ടെങ്കിൽ 100% അടിച്ചാൽ അത് മൊത്തമായിട്ട് വരും. അപ്പം എൻ്റെ ഒന്നുമില്ല, അതാണ് 0 എന്ന് കാണിക്കുന്നത് 100% അടിക്കുമ്പോൾ. അപ്പോൾ അതടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ അതിൻ്റെ വാല്യൂ കാണിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ 100% അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ഒരു 5 മാറ്റിക്ക് ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ അത് 5 മാറ്റിക്കുന്നതായി.
അപ്പോൾ ടോട്ടൽ INRൽ 5 മാറ്റിക്കിൻ്റെ വാല്യൂ ഇവിടെ INRൽ കാണിക്കും. സെല്ലെന്ന് അമർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ സെല്ലായിട്ട് പോകും. അപ്പോൾ ഇതാണ് മെയിൻലി ബൈ ആൻഡ് സെല്ല് ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കോയിൻസും ഇപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കോയിൻസൊക്കെ ഉണ്ടാവും. ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ പലരും ഇപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിൽ വന്നിട്ട് മീം കോയിൻസിൽ ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. കാരണം നിങ്ങൾ മീം കോയിൻസ് നിങ്ങൾ വിചാരിക്കും മീം കോയിൻസ് ഒരുപാട് ചെറിയൊരു എമൗണ്ടിന് ഒരുപാട് വലിയൊരു തുക നിങ്ങൾക്ക് മീം കോയിൻസിൽ കിട്ടും. ഇപ്പോൾ ഷിബ് കോയിൻ ആയാലും ഡോജ് ആയാലും ഒക്കെ അങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ മീം കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. പക്ഷേ എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കുഴപ്പമില്ല എന്നുള്ള ഒരു എമൗണ്ട് തന്നെ വേണം നിങ്ങൾ മീം കോയിൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ. ക്രിപ്റ്റോ കറൻസിയിൽ മൊത്തമായിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ വേണം. ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടപ്പെട്ട കുഴപ്പമില്ല എന്നുള്ളൊരു എമൗണ്ടിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നല്ല ഫണ്ടമെൻ്റലൊക്കെ ഉള്ള പ്രൊജക്റ്റുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് അവിടെ എപ്പോഴും സേഫാന്ന് നമുക്ക് വിശ്വസിക്കാം. അതിന് നല്ലൊരു പ്രൊജക്റ്റ് ഉണ്ട്. പക്ഷേ മീം കോയിൻസിൽ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സേഫ് ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഷിബൈന് തന്നെ നമുക്ക് നോക്കാം എങ്ങനെ നമുക്കതിനെ ഇപ്പം നിങ്ങളുടെ ഫേവറേറ്റ് കോയിൻ ആയിരിക്കും മിക്കവരുടെ ബിഗിനേഴ്സിൻ്റെ ഒക്കെ ഫേവറേറ്റ് കോയിൻ ആയിരിക്കാം ഈ ഷിബും ഡോജൊക്കെ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഫേവറേറ്റ്സിൽ ആക്കാൻ നോക്കാം. ഇപ്പം നമുക്ക് ഫേവറേറ്റ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഫേവറേറ്റിൽ വന്ന് വിട്ടു. അപ്പോൾ ഞാനിവിടെ കണ്ടോ ഇവിടെ INRന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫേവറേറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഫേവറേറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള കുറച്ച് കോയിൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ക്യുക്ക് ബൈന്ന് നേരെ ഞാൻ എക്സ്ചേഞ്ച് എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേവറേറ്റ് കോയിൻസാണ് എനിക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ കോയിൻസിനെ നമുക്ക് അങ്ങനെ മാറ്റി വയ്ക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അത് ഇപ്പോൾ കാണുന്നതാണ് INR സെക്ഷൻ. ഇതൊക്കെ INR പെയറാണ്. INR പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ ഡോജ് കോയിൻ നിങ്ങൾക്ക് INR പെയറിലാണ് മേടിക്കാൻ പറ്റുക. ഓക്കെ, INR പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വസീറത്തിലേക്ക് INR ആയിട്ടാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ INR ആയിട്ട് അത് ബൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് USDT സെക്ഷൻ ഉണ്ട്. USDT സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ USDT ഉണ്ടാവണം. നമ്മൾ USDT ബൈ ചെയ്യണം. അല്ലെങ്കിൽ P2P ചെയ്തതിന് ശേഷം വേണം USDT സെക്ഷനിൽ പോയിട്ട് ബൈ ചെയ്യാം. പിന്നെ WRX സെക്ഷൻ ഉണ്ട്. WRX സെക്ഷനിൽ നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. കാരണം WRX വെച്ചിട്ട് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഫീ വരുന്നുണ്ടാവില്ല. കാരണം INRലൊക്കെ ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഒരു ട്രേഡ് എടുക്കാൻ ചെറിയൊരു ഫീ വരും. പക്ഷേ WRXൽ അങ്ങനത്തെ ഫീ വരില്ല. ചെറിയൊരു ഫീയേ വരില്ല WRXൽ. INRൽ ചെറിയൊരു ഫീ വരും ചെയ്യും. പിന്നെ ഉള്ളത് ഓർഡേഴ്സാണ്. ഇപ്പോൾ അതാണ്ട് ഓർഡേഴ്സിൽ ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു. ആ ട്രേഡ് കംപ്ലീറ്റ് ആവാണ്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മാറ്റിക്ക് ഞാൻ 150 ബൈ എന്ന് അമർത്തി. പക്ഷേ 150 ബൈ ആയിട്ടില്ല. അത് 149 പോയി അതിൻ്റെ പ്രൈസ്. അപ്പോൾ അത് ബൈ ആവാതെ അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അത് ഓപ്പൺ എന്നാണ് പറയുക. ഓപ്പൺ ഓർഡറാണത്. അപ്പോൾ ഓപ്പൺ ഓർഡേഴ്സൊക്കെ ഓപ്പൺ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് എടുക്കും. അത് എപ്പോഴാണ് 150 വന്ന് കംപ്ലീറ്റ് ആവുന്നത് ആ ടൈമിൽ അത് ഹിസ്റ്ററിയിൽ വന്ന് എടുക്കും കേട്ടോ. അതൊക്കെ ഞാൻ ഹിസ്റ്ററിയിൽ കംപ്ലീറ്റ് ചെയ്ത ട്രേഡുകളാണ്. ഓക്കെ, അങ്ങനെ. പിന്നെ ഫണ്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫണ്ട് കണ്ടോ ഇവിടെ നിങ്ങൾക്ക് INR ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് ഡെപ്പോസിറ്റിനുള്ള ഒരു ഓപ്ഷൻ ഡെപ്പോസിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റിൻ്റെ പേജിലേക്ക് വരും. ഓക്കെ, ഡെപ്പോസിറ്റ് മോഡുകൾ ഇപ്പോൾ പല മോഡുകളുണ്ട്. കണ്ടപ്പോൾ നെറ്റ് ബാങ്കിങ് ഉണ്ട്, അതുപോലെ വാലറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. വാലറ്റ് ട്രാൻസ്ഫർ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് അടുത്തായിട്ട് സെപ്പറേറ്റ് വീഡിയോ നമുക്ക് അതിനായിട്ട് ചെയ്യാം. ഇപ്പോൾ മൊബിവിക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വാലറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് വസീറത്തിലേക്ക് INR ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഒരു ഡിഫറെൻറ്റ് വീഡിയോ നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വസീറത്ത് ആപ്പ് യൂസ് ചെയ്യാൻ. മെയിനായിട്ട് ഇപ്പോൾ നമ്മളിവിടെ നോക്കിയത് എങ്ങനെ ബൈ ചെയ്യുക എങ്ങനെ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ സെല്ല് ചെയ്യാനും ഒരു ക്വിക്ക് ഇൻ്റർഫേസ് ഉണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങൾക്ക് ചാർട്ടൊക്കെ അനലൈസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനും ഉണ്ട്. ചാർട്ടൊക്കെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വോളിയും അതുപോലെ അതിൻ്റെ ഹൈ ലോ ഒക്കെ നോക്കി നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബേസിക്കായിട്ട് പറയാൻ. അപ്പോൾ വീഡിയോ ലോങ് ആയി പോകേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി നെക്സ്റ്റുള്ള വീഡിയോസിൽ നമുക്ക് ഓരോ പോർഷൻസ് ആയിട്ട് നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.